മോളുടെ പ്രശ്നം എന്താണെന്ന് ഇപ്പോഴും പറഞ്ഞില്ല. എന്തായാലും അത് എന്നോട് പറഞ്ഞൂടെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അങ്കിളിന് അറിയാലോ, പ്രണവിനെ ഞാൻ വിവാഹം കഴിച്ചത് സ്നേഹ കൂടുതൽ കൊണ്ടൊന്നും അല്ല. എങ്ങനെയോ ഒന്ന് രക്ഷപ്പെടാലോ എന്ന് കരുതിയിട്ടാ. അതിനിപ്പോ എന്താ കുഴപ്പം? നീ ഈശ്വരമംഗലത്തിന്റെ മരുമകളായി ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോസ്റ്റിലും എത്തി. അവിടുത്തെ സൈനിങ് അതോറിറ്റിയാണ് നീ ഇപ്പോ. ഒന്നും അത്ര ചെറിയ കാര്യങ്ങളല്ലല്ലോ. എത്ര നാൾ എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും? അതായിപ്പോ എന്റെ പേടി. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? പ്രണവുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഒട്ടും വൈകാതെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെന്ത് പ്രശ്നം? നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ പറ. അങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം അല്ല അത്. ഇങ്ങനെ അങ്ങും ഇങ്ങും തൊടാതെ സംസാരിച്ചാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നോക്ക്, എന്താണെങ്കിലും നിനക്ക് എന്നോട് തുറന്നു പറയാം. അങ്ങളിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയാനാ ഞാനിപ്പോ വന്ന്. അന്ന് നമ്മൾ ഗൗതമിന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ച കുറെ ഡോക്യുമെന്റ്സ് ഇല്ലേ, ഈശ്വരമംഗലം ഗ്രൂപ്പില് ഞാനിപ്പോ സൈനിങ് അതോറിറ്റിയാണ്. ഇത് രണ്ടും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈശ്വരമംഗലം ഗ്രൂപ്പിന്റെ ബഹുഭൂരിപക്ഷ സ്വത്തുക്കളും എന്റെ പേരിലേക്ക് മാറ്റണം, എത്രയും പെട്ടെന്ന്. ഇത്ര നിസ്സാരമായൊരു കാര്യത്തിനാണോ മോൾ എന്റെ മുമ്പിൽ വന്നിരുന്ന് വിയർത്ത് ടെൻഷൻ അടിച്ചത്? ഡോണ്ട് വറി മോളെ, വിത്തിൻ 2 days നമ്മൾ ഈശ്വരമംഗലത്തെ സ്വത്തുക്കൾ മോളുടെ പേരിലേക്ക് മാറ്റിയിരിക്കും. പക്ഷേ അന്ന് ആന്റിയും അങ്കിളും ചേർന്ന് മോളുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കമ്മീഷന്റെ കാര്യം അത് മറന്നിട്ടില്ലല്ലോ? അതൊന്നും ഞാൻ മറന്നിട്ടില്ല. എനിക്ക് കിട്ടുന്നതിന്റെ 20% ഞാൻ അങ്കിളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് തന്നിരിക്കും. എന്താ പോരെ? അത് പോരല്ലോ മോളെ. മോൾക്ക് കിട്ടുന്നതിന്റെ 50% അങ്കിളിന്റെ പേരിലേക്ക് മോള് രജിസ്റ്റർ ചെയ്യണം. 50%? എന്തിനാ അങ്കിൾ ഇങ്ങനെ വാക്ക് മാറ്റി പറയുന്നേ? അന്ന് 20% നമ്മൾ സമ്മതിച്ചതല്ലേ? അന്നത്തെ കണ്ടീഷൻ അല്ല ഇന്നത്തെ കണ്ടീഷൻ. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ മാറ്റം? മാറ്റം എന്താണെന്ന് ചോദിച്ചാ മോള് ഇപ്പൊ ഒരു ഊരാക്കുടുക്കിലാണെന്നത് തന്നെയാ. ഞാനൊരല്പം ഫ്ലാഷ് ബാക്ക് പറയാം. നിധിയുമായുള്ള കേസിൽ കോടതിയിൽ നിന്നും മോള് മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി ആശുപത്രിയിലേക്ക് പോയപ്പോ ഈ മുഖം ദാ ഇപ്പോഴത്തേതുപോലെ തന്നെ അന്നും വിളറി വെളുത്തിരുന്നു. എന്തുകൊണ്ടാ? അതിന്റെ ഉത്തരം സിമ്പിളാ. ചെക്കപ്പ് കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കുന്ന റിപ്പോർട്ടിൽ ശിവാനി പ്രഗ്നന്റേ അല്ല എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് കളയുമെന്ന പേടി. പക്ഷേ മോള് ശരിക്കും ഞെട്ടിയത് കോടതിയിൽ ഹാജരാക്കിയ റിപ്പോർട്ടിൽ മോളുടെ വയറ്റിൽ ഇരട്ട കുട്ടികളുണ്ട് എന്ന് കണ്ടപ്പോഴാ, അല്ലേ? അത് കഴിഞ്ഞ് നാളിത്രയായിട്ടും മോൾ അന്വേഷിച്ചിരുന്നോ ഇല്ലാത്ത ഗർഭം എങ്ങനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് രൂപത്തിൽ കോടതിയിൽ എത്തിയെന്ന്? ഇല്ലാത്തതോ? ഞാൻ പ്രഗ്നന്റ് അല്ലെന്ന് ആരാ പറഞ്ഞേ? കുട്ടിക്കൊരങ്ങാ ശിവാനി നീ. പക്ഷേ കരണം മറിച്ചിൽ ഒരുപാട് പഠിച്ചു കഴിഞ്ഞവനാ മോളെ ഈ CKC. കള്ളം അതെന്നോട് പറയാൻ നിൽക്കണ്ട. കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു ഉത്തരവ് വന്നതും ആ ഡോക്ടറെ ചട്ടം കെട്ടി അതുപോലൊരു വീഡിയോയും റിപ്പോർട്ടും നിനക്ക് വേണ്ടി തരപ്പെടുത്തിയതും ഈ ഞാനാ മോളെ. ഇനി കളി എന്റെ കയ്യിലാ. ഞാൻ തീരുമാനിക്കും ശിവാനി എന്ത് ചെയ്യണമെന്ന്. ആലോചിക്കേ, നന്നായി ആലോചിക്കേ. എന്നിട്ടൊരു തീരുമാനം പറ. 50% എനിക്ക് തരുന്നോ അതോ ഈശ്വരമംഗലത്തിന് പുറത്തു പോകുന്നോ എന്ന്? മറുപടി ഇപ്പൊ വേണ്ട. വീട്ടിൽ പോയി നന്നായിട്ട് ആലോചിക്കുക. എന്നിട്ട് വിവരം അറിയിച്ചാൽ മതി. അല്ലെങ്കിൽ വിവരം അറിയും. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. മോള് വേഗം വീട് പിടിക്കാൻ നോക്ക്.